മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് പൊന്നാനി. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇടതുപക്ഷം തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം. CPMലെ പി നന്ദകുമാറാണ് നിലവിലെ സിറ്റിംഗ് MLA. 2026 സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് വന്നാൽ LDF പരിഗണിക്കുന്നതിൽ ഒന്നാമൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു സമുന്നത നേതാവാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ് ആ നേതാവ്. M സ്വരാജ് മുൻപ് മത്സരിച്ചിട്ടുള്ള തൃപ്പൂണിത്തുറയും നിലമ്പൂരും ഉറച്ച CPM മണ്ഡലങ്ങളല്ലായിരുന്നു. എന്നാൽ പൊന്നാനി പോലെയുള്ള ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലത്തിൽ M സ്വരാജ് മത്സരിച്ചാൽ അത് വലിയ നേട്ടമുണ്ടാവും എന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായി LDF പരിഗണിക്കുന്നത് CPM പൊന്നാനി മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ഖലീമുദ്ദീനെയാണ്. മണ്ഡലത്തിൽ ഏറെ വ്യക്തിബന്ധങ്ങളുള്ള ഒരു നേതാവാണ് ഖലീമുദ്ദീൻ. ഇനി UDFിലേക്ക് വരാം. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ സാധ്യത KPCC സെക്രട്ടറി KP നൌഷാദ് അലിയെയാണ്. പൊന്നാനി കേന്ദ്രീകരിച്ച് നൌഷാദ് അലി വളരെ സജീവമായി പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൌഷാദ് അലി സ്ഥാനാർത്ഥിയാവുന്നതിനോടാണ് ഏറെ താല്പര്യം. KPCC മെമ്പർ AM രോഹിത്തും പൊന്നാനി സീറ്റിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. BJP സ്ഥാനാർത്ഥിയെ പരിശോധിച്ചാൽ യുവമോർച്ച നേതാവും ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രാഹുൽ പന്താവൂരിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. BJP സംസ്ഥാന വക്താവ് ശങ്കു ടി ദാസും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കാര്യമായി വോട്ട് വർദ്ധിപ്പിക്കാൻ പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടതുകോട്ട കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് LDF. CPM ജില്ലാ നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ TM സിദ്ദിഖിന് ഇത്തവണയും പൊന്നാനിയിൽ സീറ്റ് ലഭിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിൽ പിടിച്ചു നിൽക്കാൻ LDFും പൊന്നാനി കൂടെ നേടി സമ്പൂർണ്ണ ആധിപത്യം നേടാൻ UDFും ശ്രമിക്കുമ്പോൾ തീ പാറുന്ന മറ്റൊരു പോരാട്ടമാണ് 2026 പൊന്നാനിയെ കാത്തിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.